തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്വന്തം പേരിനേക്കാൾ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഉപദേശം ഭക്ഷണം കുറയ്ക്കൂ എന്നായിരിക്കും. എന്നാൽ കൂടുതൽ കഴിച്ചുകൊണ്ട് തടി കുറച്ചാലോ? ഇതിനെയാണ് നമ്മൾ വോള്യൂം ഈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. കലോറി കുറഞ്ഞതും എന്നാൽ ധാരാളം ഫൈബറുകൾ, അതായത് നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണം വയറു നിറയെ കഴിക്കുന്ന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കണമെന്ന തോന്നൽ മാറിക്കിട്ടും. അതായത് കൂടുതൽ അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ചെല്ലുന്ന കലോറി കുറവായതുകൊണ്ട് നമുക്ക് തടി കുറയ്ക്കാൻ സാധിക്കും. പട്ടിണി കിടക്കാതെ തന്നെ തടി കുറയ്ക്കാമെന്ന് ചുരുക്കം. ഇതൊരു പുതിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ മറ്റ് ഡയറ്റുകളിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് കീറ്റോ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൊഴുപ്പും പ്രോട്ടീനും കൂടുതലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അത് തടി കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. എന്നാൽ വോള്യൂം ഈറ്റിംഗ് അങ്ങനെയല്ല, നമുക്ക് എളുപ്പത്തിൽ ശീലമാക്കാം. ധാരാളം ഭക്ഷണം കഴിച്ചു എന്ന കുറ്റബോധമില്ലാതെ തന്നെ നമുക്കിത് പിന്തുടരാം. എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുക? ബ്രോക്കോളി, ചീര, ആപ്പിൾ, ബീൻസ്, ഓട്സ്, പലതരം സീഡുകളൊക്കെ ധൈര്യമായി കഴിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഓർഡർ വളരെ പ്രധാനമാണ്. ആദ്യം ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കഴിക്കുക. കലോറി കൂടിയ ഭക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ പ്രോസസ് ചെയ്ത പാക്കറ്റ് ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും നിർബന്ധമായും ഒഴിവാക്കണം. ഇങ്ങനെ ചെയ്താൽ ഒരു ദിവസം ഏകദേശം 500 മുതൽ 700 വരെ കലോറി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഭക്ഷണം ചെറിയ കഷ്ണങ്ങളാക്കി സാവധാനം ചവച്ചരച്ച് കഴിക്കുന്നതും വയറു നിറഞ്ഞെന്ന തോന്നലുണ്ടാക്കാൻ സഹായിക്കും. ഇതിലെ പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിപൂർവ്വം ഭക്ഷണം തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ പിസയോ ഫ്രൈഡ്സോ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. അത് നിയന്ത്രിച്ച് പകരം സാലഡോ ഫ്രൂട്ട്സോ സൂപ്പോ തിരഞ്ഞെടുക്കാൻ കഴിയണം. പിന്നെ ഇതിന് കൃത്യമായ ഒരു ചാർട്ടോ പ്ലാനോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് മടുക്കാനും നിർത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ വോള്യൂം ഈറ്റിംഗ് എന്നാൽ പഴങ്ങൾ, പച്ചക്കറികൾ, സാലഡ്, സൂപ്പ് എന്നിവ ധാരാളമായി കഴിക്കലാണ്. ഇതിൻ്റെ കൂടെ പ്രോട്ടീനും ഫൈബറും കിട്ടാൻ മുട്ട, ചിക്കൻ, മീൻ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാൽ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടും.